ചില കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യും, എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യും, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, എനിക്ക് ആ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലേ? നമ്മുടെ ആഗ്രഹമാണത്. ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതെങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ നമുക്ക് വുഡ് ലൈക്ക് ടു എന്നുള്ള കോഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം. എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വമാണെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയുക, അല്ലേ? ആ സമയത്ത് നമുക്ക് ഹാവ് ടു എന്നുള്ള കോഡ് ഉപയോഗിക്കാം. ഐ ഹാവ് ടു അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം. എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ വുഡ് ലൈക്ക് ടു എന്നുള്ള കോഡ് ഉപയോഗിക്കാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പറയാൻ ഹാവ് ടു എന്നുള്ള കോഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഹെർ. എനിക്ക് അവളെ കാണാൻ ആഗ്രഹമുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം. എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. എനിക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഐ ഹാവ് ടു മീറ്റ് ഹിം. എനിക്ക് അവനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് പറയാം. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്.